ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ പോസിറ്റീവ് എനർജി തരുന്നൊരു മാസ്റ്റർ കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു വിക്ടറി ഉണ്ടാകും എന്നുള്ളൊരു പോസിറ്റീവ് സൈൻ കൂടിയിട്ട് എടുക്കാം. ബ്ലോസമിങ് അബൻഡൻസ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു അബൻഡൻസ് അതിൽ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. വിക്ടറിയാണ്, അതുപോലെ തന്നെ ബ്ലോസമിങ് അബൻഡൻസ് ആണ് സെക്കൻഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു അനുകൂലമായിട്ടുള്ള എനർജീസ് വരുന്നൊരു സമയമാണ്. ഏഞ്ചൽസിൻ്റെ എല്ലാം ബ്ലെസ്സിങ്സ് കിട്ടുന്നൊരു സമയം കൂടിയാണ്. ഡിസ്റ്റൻസിലായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉണ്ട്. അവർ ആ ഒരു സമയം മുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർക്ക് എന്തൊക്കെയോ ചില ഇൻസെക്യൂരിറ്റീസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരാനായിട്ട് പോകുന്ന ആ ഒരു മുഹൂർത്തം ഇതാണ്. മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത്. നമ്പർ 3, 33 എന്നീ നമ്പേഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. യെസ്, ഇപ്പോൾ ഡിസ്റ്റൻസിലായിട്ടുള്ള വ്യക്തികളാണ്, എബ്രോഡായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണാനായിട്ട് നേരിട്ട് വരാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേർക്കും അത്തരത്തിലുള്ള മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ ഒത്തിരി പേർക്കും അറിയാമായിരിക്കും കോണുകോപ്പിയ എന്നുള്ളതാണ്. ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ കൂടിയാണിത്. സെപ്പറേഷനിലായിരിക്കുന്ന വ്യക്തികളാണ്, രണ്ടുപേരും ഒരുപോലെ ദുഃഖിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരാനുള്ളൊരു സാധ്യതയാണുള്ളത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓവറായിട്ട് വറീഡ് ആകേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ജേണിയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതാണ്. ആൻഡ് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റാണ്. നിങ്ങളുടെ പേഴ്സണും കുറേയധികം ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മേ ബി അവരും സ്പിരിച്വലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ അനുകൂലമായിട്ടുള്ള എനർജീസ് ഇപ്പോൾ നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ളത് മാത്രമല്ല, കുറേ പേർക്കും ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാനും മാരേജിലേക്കൊക്കെ എത്തിച്ചേരാനും അതുപോലെ നിങ്ങളുടെ ലൈഫ് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ആണ് കാണുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കരിയറിലാണെങ്കിൽ പോലും അവരൊരുപാട് കഷ്ടപ്പെടുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്ന സമയമാണ്, കഠിനാധ്വാനം ചെയ്യുന്ന സമയമാണ്. എങ്കിൽ പോലും അവർ ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയാണ്. നിങ്ങളുടെ പേഴ്സണ് കുറേയധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില മസ്കുലിൻ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി, അതുപോലെ തന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ചില വ്യക്തികൾ ചിലപ്പോൾ ഇത് ഓപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായിരിക്കുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ പലപ്പോഴും ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അവരുടെ ഫാമിലിയെ കൂടി അവർ പരിഗണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പോയത്, കൺഫ്യൂസ്ഡ് ആയി പോയത് എന്നൊക്കെ കാണുന്നുണ്ട്. ആൻഡ് അവരിപ്പോഴും ആ ഒരു ടൈലപ്പിലാണ്, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോഴുള്ളത്. പക്ഷേ അവരുടെ റിയാലിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അത്രയും അവർ എന്താണ് എൻജോയ് ചെയ്യാണ്, അവർ സന്തോഷിക്കുകയാണ്, അവർക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ധാരണകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാർഡിലെ എനർജീസൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ലൈഫിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു, അല്ലെങ്കിൽ ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നതിന് നന്ദി എന്ന് പ്രപഞ്ചത്തോട് പറയാൻ ശ്രമിക്കുക. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അഫർമേഷൻസ് എല്ലാം പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ മിറാക്കിൾസ് സംഭവിക്കാനുള്ള സമയം കൂടിയാണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ആവർത്തിച്ചത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.